പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകി വരുന്ന പുലർകാല വിചിന്തനം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് എനിക്ക് വിജയം നൽകുന്ന തമ്പുരാനാണ്. അവിടുന്ന് ഒരിക്കലും എന്നിൽ നിന്ന് മാറി നിൽക്കരുതേ എന്ന്, അങ്ങുമായിട്ടുള്ള എൻ്റെ ബന്ധം നഷ്ടപ്പെടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം സ്തഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യമാണ്. വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് വിജയം നൽകുന്ന ദൈവമായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് വിജയം നൽകുന്ന ദൈവമായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് ഏറ്റവും അധികം മാതാപിതാക്കളും കുട്ടികളും വലിയ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത്. മാനസിക സമ്മർദ്ദം കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. അതിലേറെ മാനസിക സമ്മർദ്ദവുമായ മാതാപിതാക്കളും ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. കുടുംബങ്ങളൊക്കെ വലിയ അസ്വസ്ഥതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഈ അസ്വസ്ഥത കാരണം എന്ത് സംഭവിക്കുന്നു? കുട്ടികൾ വലിയ ദേഷ്യക്കാരായിട്ട് മാറുന്നു, മാതാപിതാക്കൾ അതിനേക്കാളേറെ ദേഷ്യക്കാരായിട്ട് മാറുന്നു. കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ പറ്റാതാകുന്നു, പഠിച്ച കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ മറന്നു പോകുന്നു. ഇത് കാണുമ്പോൾ മാതാപിതാക്കൾ അവരുടെ ഭാവിയെ ഓർത്ത് ആകുലരായി മാതാപിതാക്കൾ വലിയ ദേഷ്യക്കാരായിട്ട് മാറുന്നു. ആകെ അസ്വസ്ഥത നിറഞ്ഞ ഒരു കുടുംബം ഉണ്ടാകുന്നു. എന്നാൽ ദൈവത്തിന്റെ തിരുവചനം ഇന്ന് നിങ്ങളോട് പറയുന്നു: ഇസ്രായേലേ, നിങ്ങൾക്ക് വിജയം നൽകുന്ന യോദ്ധാവ് കർത്താവായ യേശു നിങ്ങളുടെ മധ്യയുണ്ട്. അപ്പോൾ ആരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിജയം കൊണ്ടുവരിക? നിന്റെ കുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ദൈവമായ കർത്താവ് നിന്റെ കുഞ്ഞിനോട് കൂടെയുണ്ട്. ആ ദൈവം നിന്റെ കൂടെ ഉള്ളപ്പോൾ നിന്റെ കുഞ്ഞിന് പരാജയമില്ല, നിന്റെ ജീവിതത്തിന് പരാജയമില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴി നടത്തുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരാജയമുണ്ടാവില്ല. നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാണ് ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തിയൊക്കെ. ഇപ്പൊ ജ്ഞാനവും ബുദ്ധിയും അറിവും പരിശുദ്ധാത്മാവിന്റെ വരദാനമാണെങ്കിൽ നിന്റെ കുഞ്ഞ് പാഠപുസ്തകം എടുത്ത് തുറന്നു വെക്കുന്നതിന് മുൻപ് അവൻ ഒരു മെഴുകുതിരി കൊളുത്തി ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കട്ടെ. ദൈവത്തിന്റെ തിരുവചനം എടുത്ത് വായിച്ച് കർത്താവിനെ ഒന്ന് വിളിക്കട്ടെ. എന്നിട്ട് നിന്റെ കുഞ്ഞ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക: പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, ജ്ഞാനത്തിന്റെ കൃപാവരം നിന്നിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ച് നിന്റെ കുഞ്ഞ് പഠിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അത്ഭുതം സംഭവിക്കും. കാരണം ജ്ഞാനവും ബുദ്ധിയും അറിവും നൽകുന്ന ദൈവമായ കർത്താവ് നിന്റെ കുഞ്ഞിന്റെ കൂടെയുണ്ട്. അവന്റെ ഉത്കണ്ഠകളെ ദൈവം അകറ്റിക്കളയും, അവന്റെ മാനസിക സമ്മർദ്ദങ്ങളെ കർത്താവ് അകറ്റിക്കളയും. നന്നായി പഠിക്കുവാനുള്ള കൃപ നിന്റെ ദൈവം നിന്റെ കുഞ്ഞിന് വരദാനം പോലെ നൽകും. കാരണം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണ് ഇതൊക്കെ. പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറയുവാൻ കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളൊന്ന് അഭ്യസിപ്പിച്ചേ. കുഞ്ഞുങ്ങളോട് നിരന്തരമായിട്ടൊന്ന് പറഞ്ഞേ. അവരുടെ ഉത്കണ്ഠകൾ മാറിപ്പോകും, അസ്വസ്ഥതകൾ മാറിപ്പോകും. ആ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ മുമ്പിൽ ബലത്തോടെ നിൽക്കും. നിന്റെ കുഞ്ഞറിയും അവന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് ദൈവമായ കർത്താവാണെന്ന്. കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ പിന്നെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് പരാജയമില്ല, നിന്റെ ജീവിതത്തിന് പരാജയമില്ല. ദൈവം നിന്നെ കാത്തുകൊള്ളും. ഈശോയെ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ കൃപ ഇതിലേക്കൊന്ന് ഒഴുകി വരണമേ. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിന്റെ വരദാനം വരണമേ. അസ്വസ്ഥതകളും ഭാരങ്ങളും വേദനകളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ആമേൻ.